പക്ഷെ അദ്ദേഹം മരണപ്പെട്ടു അല്ലെ. പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ അപ്പോഴും ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആത്മാവ്, അതൊരു വിശ്വാസമാണ്. പക്ഷെ എങ്കിൽ കൂടിയും ഇവിടെ മരിച്ചിട്ട് പോയിട്ടുള്ള, അതായത് ഇവിടെ ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് കൊടുക്കാൻ സാധിക്കുമെന്ന് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച് ഒരുപാട് പേര് ഇവിടെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയാണ് പറയുന്നത്, ആ ആത്മാവ് മരണപ്പെട്ടതിന് ശേഷവും എന്ത് ചെയ്യും? പലരുടെ ശരീരത്തിലേക്ക് കയറുന്നു. നമ്മളെപ്പോഴും അതൊരു മതവിശ്വാസത്തിന്റെ പുറത്ത് നമ്മളത് വിശ്വസിക്കുന്നു അല്ലെ. അപ്പോ അങ്ങനെ ഞാൻ പറയും, APJ അബ്ദുൽ കലാം സാർ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അംശം നമ്മുടെ MDയുടെ ശരീരത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അല്ലെ, അദ്ദേഹത്തിന്റെ സ്വപ്നം എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്നവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. ഇത് തന്നെയായിരുന്നു APJ അബ്ദുൽ കലാം സാറിന്റെ ആഗ്രഹം. അപ്പൊ അങ്ങനെ ഇവിടെ ആ APJ അബ്ദുൽ കലാം സാർ ഇവിടെ മണ്ണടിഞ്ഞു പോയെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ആ ഒരു അംശം ഇവിടെ MDയിലേക്കും അതുപോലെ തന്നെ ഗുലാനിലേക്കും ഇപ്പൊ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകളെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെ, എന്ത് വേണമെന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, അവരുടെ ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രണ്ട് മഹത് വ്യക്തിത്വങ്ങളെ നമുക്ക് കിട്ടാനായിട്ട് സാധിച്ചത്. യെസ്, താങ്ക് യു സർ. ജയശ്രീ ഇന്നലെ വിളിച്ചു പറഞ്ഞതാണ്, സാർ ഇങ്ങനെ ആയിരിക്കും, നമ്മൾ അറിയില്ല. ഓക്കെ, പക്ഷെ എന്തോ ഒന്നും അല്ലെ രഹന. 3 കൊല്ലം മുമ്പുള്ള ഞാൻ എന്തായിരുന്നു രഹന? എന്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. എന്റെ കൂടെ 2011 മുതൽ എന്റെ കൂടെയുള്ള ആളാണ് രഹന അല്ലെ. രഹന, ഈ കഴിഞ്ഞ 3 കൊല്ലം മുമ്പ് വരെ ഞാൻ എന്തായിരുന്നു? 3 വർഷം മുന്നേ തന്നെ എനിക്ക് തോന്നുന്നു നമ്മള് പരിചയപ്പെട്ട അന്ന് മുതൽ സാറിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അവിശ്വസനീയമായിട്ട് ഞാൻ എന്റെ മുന്നിലൂടെ ആ ജേർണി ഞാൻ എന്താ പറയാ, ഒരു 10-15 വർഷമായിട്ട് ഞാൻ കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഈ 3 വർഷം മുമ്പ് മുതൽ ഇങ്ങോട്ടുള്ള ജേർണി എന്താ പറയാ, മാജിക് സംഭവിച്ച മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഓരോ ദിവസവും വ്യത്യാസങ്ങൾ, അത് സ്വയം വ്യത്യാസം വരിക എന്നുള്ളത് മാത്രമല്ല അതിൽ വന്നിരിക്കുന്നത്, നമ്മളിൽ ഓരോരുത്തരിലേക്കും ആ മാറ്റത്തെ മാക്സിമം എന്താ പറയാ പുഷ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിലേക്ക് സാറിന് വളർത്തിയത് എന്താണെന്ന് ഞാൻ എപ്പോഴും കാണുമ്പം ഡയറക്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ കുറച്ച് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഡെയിലി ബേസിസിൽ സാറിനെ വിളിച്ച് അത് സംസാരിച്ച് ഓരോ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്ത് എന്തൊക്കെ നേടാൻ സാറിന്റെ നിന്ന് പറ്റുമോ അതെല്ലാത്തിനെയും അബ്സോർബ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എന്താ പറയാ, ഈ ഗ്രൂപ്പിനോടുള്ള ഏറ്റവും വലിയ പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, എങ്ങനെയാണ് അതിനെ മാക്സിമം ഗ്രാബ് ചെയ്യാൻ പറ്റുക അത്രയും ഗ്രാബ് ചെയ്തെടുക്കുക. മാക്സിമം അത് നിങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഏർലി മോർണിംഗ് മുതൽ നമ്മൾ അതിന്റെ കൂടെയുണ്ട്. മാക്സിമം ആ ജ്യൂസ് കവറെടുക്കാൻ റെഡി ആയിരിക്കുക, തരാൻ എന്താ നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ പാത്രത്തോടു കൂടിയുള്ള ഒരു ആളാണ് നമുക്കുള്ളത്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു രേഖ. ഞങ്ങൾ 2011 മുതലേ എന്നെക്കാളും ഒരുപാട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അതോടൊപ്പം തന്നെ സ്കില്ലൊക്കെ ഉള്ള ആളാണ്. പക്ഷെ രേഖ, ഞാനിപ്പോ എവിടെ എത്തി, രേഖ എവിടെ എത്തി അല്ലെ? നമുക്കിത് പഠിക്കാനുള്ളത് ഈ ഒരു മാറ്റമാണ്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെയായിരുന്നു, അതെങ്ങനെ നിങ്ങളോട് നടപ്പിലാക്കാന്നുള്ളതാണ്. ഇതല്ലേ നമുക്ക് വേണ്ടത് അല്ലെ? ഇതല്ലേ നമുക്ക് വേണ്ടത്, ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലെ? അപ്പൊ ഇതെങ്ങനെയാണ് അൻസാരി എന്റെ ഫ്രണ്ട് എഴുതിട്ടത്? യെസ്, എന്റെ ഫ്രണ്ടാണ്, ക്ലാസ്മേറ്റ് ആണ് അൻസാരി അല്ലെ. അൻസാരി നമ്മുടെ ഡിഫറൻസ് അല്ലെ ഒരുപാടായിപ്പോ എന്തുകൊണ്ട് സംഭവിച്ചു? അപ്പൊ ഞാനിപ്പോ ചിന്തിക്കണം എന്താ, എന്റെ പോലെ എങ്ങനെ നിങ്ങളെ ആക്കണം, എന്റെ മകനെ പോലെ എങ്ങനെ നിങ്ങളുടെ മകനെ ആക്കണം. ഇന്നലെ എന്നെ ഇവിടെ ഇരിക്കുന്ന അമ്മ വിളിച്ചു, ഇന്നിവിടെ വരേണ്ടതാ അവരെ മകൻ കഞ്ചാവിന് അടിമപ്പെട്ട് അവരിന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ട് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യിക്കാൻ സ്വന്തം അമ്മ വിളിച്ച് പറഞ്ഞിരിക്കാൻ. ഇന്നോട് വന്നിട്ടില്ല, ഇന്ന് അവൻ അറസ്റ്റ് ചെയ്യാൻ വരും, അവനെ ജയിലിലേക്ക് കൊണ്ടുപോകും, അത് കഴിഞ്ഞ് മറ്റേ സെല്ലിലേക്ക് കൊണ്ടുപോകാൻ അവനെ അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകും അല്ലേ. യെസ്, അവ പറഞ്ഞു വന്നെന്താ, ഇത്തരത്തില് ഒരുപാട് മക്കള് വഴിതെറ്റി പോകുന്നവരുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഒരു ചേഞ്ച് അല്ലെ, നമ്മൾക്കും നമ്മുടെ മക്കളെയും